നമസ്കാരം. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തു വന്നിരിക്കുകയാണ്. പല എക്സിറ്റ് പോൾ ഫലങ്ങളെയൊക്കെ തകർത്തടിച്ചുകൊണ്ടാണ് ഇപ്പോൾ റിസൾട്ട് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും കേരളത്തിൽ നിന്ന് ജയിച്ച എല്ലാ ലോക്സഭാ നിയുക്ത എംപിമാർക്കും ആശംസകൾ നേരുകയാണ്. ഒരു ഇലക്ഷൻ ആകുമ്പോൾ ചിലർ ജയിക്കും, ചിലർ തോക്കും, സ്വാഭാവികമാണ്. പക്ഷേ പോരാട്ടങ്ങൾ അത് തുടർന്നുകൊണ്ടേയിരിക്കും. നമുക്ക് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ ചരിത്രത്തിൽ ആദ്യമായി ബി.ജെ.പി. ഒരു അക്കൗണ്ട് തുറന്നിരിക്കുന്നു. എങ്ങനെ കേരളത്തിൽ ബി.ജെ.പി. അക്കൗണ്ട് തുറന്നു, അതിന് ആര് കാരണക്കാരായി എന്നൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അവിടെ തൃശ്ശൂരിൽ ഏകദേശം 74,000 സംതിങ് വോട്ടിനാണ്, ഭൂരിപക്ഷത്തിനാണ് അവിടെ സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിക്ക് വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഒരുക്കിയത്, എല്ലാ സാധ്യതകളും എങ്ങനെ തെളിഞ്ഞു എന്ന് വളരെ വ്യക്തമായി തന്നെ നോക്കേണ്ടതുണ്ട്. 2 വർഷം മുമ്പ് തൃശ്ശൂരിലെത്തിയ സുരേഷ് ഗോപി നിരവധി വിവാദങ്ങളിൽ ഏർപ്പെട്ട കാഴ്ച നമ്മൾ കണ്ടതാണ്. പദയാത്ര നടത്തി, അതിനൊപ്പം ടാക്സ് വെട്ടിപ്പിന്റെ കഥ പുറത്തു വന്ന് വലിയ പ്രതിരോധത്തിലായ നിറം മങ്ങിയ സുരേഷ് ഗോപിയെ ആരും മറന്നിട്ടില്ല. എന്നിട്ടും സുരേഷ് ഗോപി നല്ലൊരു ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന സാഹചര്യമുണ്ടായി. പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ മനോരമ പോലും 3ാം സ്ഥാനത്തേക്ക് സുരേഷ് ഗോപി പോകും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വലിയ ഒരു തേരോട്ടം സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ നടത്താൻ കഴിഞ്ഞു. അവിടെ നമ്മൾ കാണേണ്ട ചില കാര്യങ്ങളുണ്ട്. അവിടെ CPM-ന്റെ വോട്ട് ചോർന്നിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം അവിടെ കഴിഞ്ഞ ടേമിൽ അവിടുത്തെ MP TN പ്രതാപനായിരുന്നു. അത് UDF-ന്റെ ഒരു സിറ്റിംഗ് സീറ്റാണ്. ആ സീറ്റിൽ വീണ്ടും അവിടെ ഒരു മത്സരം നടക്കുമ്പോൾ TN പ്രതാപനെ മാറ്റി നിർത്തി അവിടെ K മുരളീധരനെ കൊണ്ടുപോയി ഇറക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇവിടെ മുതലാണ് കഥ ആരംഭിക്കുന്നത്. TN പ്രതാപനെ അവിടെ നിന്ന് മാറ്റിയത് മുതൽ K മുരളീധരനോടുള്ള ഒരു അസൂയ സ്വാഭാവികമായും അവിടുത്തെ TN പ്രതാപ പക്ഷത്തിനുണ്ടായിരുന്നു. ഈ TN പ്രതാപ പക്ഷം നല്ല രീതിയിൽ പാലം വലിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് റിസൾട്ട് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. K മുരളീധരനെ തോൽപ്പിക്കാൻ പഠിച്ച പണി 18 നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന രീതിയിലുള്ള റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. TN പ്രതാപൻ തുടക്കം മുതൽ തന്നെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ചുമരെഴുത്തൊക്കെ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെതായ രീതിയിലൊക്കെ പ്രചാരണ പരിപാടികളൊക്കെ ആരംഭിച്ചിരുന്നു. അവിടെ TN പ്രതാപൻ ജയിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നൊക്കെ ഉള്ള ഒരു വിലയിരുത്തലിലേക്ക് ഹൈക്കമാൻഡ് പോയതിനെ തുടർന്നാണ് പിന്നീട് അവിടെ K മുരളീധരനെ കൊണ്ടുപോയി ഇറക്കിയത് എന്ന ഒരു കാര്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും K മുരളീധരനെ അവിടെ കൊണ്ടുപോയി ഇറക്കിയപ്പോൾ കൂടെയുണ്ട് എന്ന് TN പ്രതാപൻ പറഞ്ഞപ്പോഴും ഉള്ളിനുള്ളിൽ TN പ്രതാപന് ചെറിയൊരു സങ്കടമൊക്കെ തോന്നിക്കാണും. സ്വാഭാവികമായിട്ടും മനുഷ്യനാണ്. അത് ഏത് രീതിയിലൂടെ പ്രതിഫലിച്ചു എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ പ്രതിഫലിച്ചത് അത് BJPക്ക് വോട്ടായി മാറുന്ന സാഹചര്യത്തിലാണ്. ഒരു സാധ്യതയുമില്ലാതിരുന്ന സുരേഷ് ഗോപിക്ക് വലിയ സാധ്യത ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസ് ആണെന്ന് നമുക്ക് പറയാം. ആ വോട്ടുകൾ, അതായത് കോൺഗ്രസിന്റെ വോട്ടുകൾ കൂടുതൽ പോയത് BJPക്ക് തന്നെയാണ്. അല്ലെങ്കിൽ അവിടെ VS സുനിൽകുമാർ ജയിക്കുമായിരുന്നു. VS സുനിൽകുമാറിന് കോൺഗ്രസിന്റെ വോട്ട് കിട്ടിയിട്ടില്ല. ആ TN പ്രതാപ പക്ഷത്തിന്റെ വോട്ട് VS സുനിൽകുമാറിന് കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. എന്തായാലും സുരേഷ് ഗോപി അവിടെ ജയിച്ചു. ഒരു അക്കൗണ്ട് തുറക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കണക്കുകളൊക്കെ കൂടുതൽ പുറത്തു വരുമ്പോൾ നമുക്ക് വ്യക്തമായി തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉറപ്പിക്കാനും കഴിയും. 3ാം സ്ഥാനത്തേക്ക് അവിടെ K മുരളീധരൻ പോയി എന്നുള്ളതാണ്. 2ാം സ്ഥാനത്തിനും 3ാം സ്ഥാനത്തിനും ഒക്കെ വേണ്ടി VS സുനിൽകുമാറും സുരേഷ് ഗോപിയും ഒക്കെ മത്സരിക്കട്ടെ എന്ന് വളരെ അഹങ്കാരത്തോടെ പറഞ്ഞ മുരളീധരൻ ഇപ്പോൾ 3ാം സ്ഥാനത്താണ്. 2ാം സ്ഥാനത്ത് പോലുമല്ല, 3ാം സ്ഥാനത്താണ് എന്നത് എടുത്തു പറയേണ്ടതിരിക്കുന്നു. UDF-ന്റെ സിറ്റിംഗ് സീറ്റ് കൂടിയാണ്. അപ്പോൾ അതിദാരുണമായ ഒരു തോൽവി തന്നെയാണ് കോൺഗ്രസിന് അവിടെ സംഭവിച്ചിരിക്കുന്നത്. തൃശ്ശൂരിൽ അവിടെ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കാരണക്കാരായത് കോൺഗ്രസ് ആണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. ഒരുപാട് ഇടങ്ങളിൽ ഇടതുപക്ഷത്തിന് വലിയ തോതിലുള്ള പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷെ എന്നിരുന്നാലും ഈ പരാജയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും ഒപ്പം വിജയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും നമ്മൾ വളരെ വ്യക്തമായി വിശകലനം ചെയ്യേണ്ട ഒന്ന് BJP തൃശ്ശൂരിൽ തുറന്ന അക്കൗണ്ട് തന്നെയാണ്. മാധ്യമങ്ങളൊക്കെ ഇന്ന് ഇടതിന് പരാജയം, വലത് തരംഗം എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ അന്തിചർച്ച നടത്തുമ്പോഴും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വിശകലനങ്ങൾ നടത്തുമ്പോഴും തൃശ്ശൂരിൽ എങ്ങനെ അക്കൗണ്ട് തുറന്നു, അതിനാര് കാരണക്കാരായി എന്നതിനെ പറ്റി സൂക്ഷ്മമായി പഠിച്ച് വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. തിരുവനന്തപുരത്തും വലിയ രീതിയിൽ ആദ്യമൊക്കെ ലീഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ഒരു ഘട്ടത്തിൽ ജയിച്ചു എന്ന രീതിയിലേക്ക് മാറുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ പിന്നീട് ശശി തരൂർ രാജീവ് ചന്ദ്രശേഖറിനെ മലർത്തിയടിച്ച് രംഗത്തേക്ക് വരുന്ന കാഴ്ചയും കാണുന്ന സാഹചര്യമുണ്ടായി.
നമ്മുടെ കേരളത്തിൽ നിന്ന്, ഈ കൊച്ചു കേരളത്തിൽ നിന്ന് LDF ജയിക്കുന്നോ UDF ജയിക്കുന്നോ എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. LDF ജയിച്ചാലും UDF ജയിച്ചാലും ഇന്ത്യ മുന്നണിക്ക് അതൊരു അസറ്റാണ്. മറിച്ച് NDA ആണ് ഇവിടുന്ന് ജയിക്കുന്നതെങ്കിൽ അത് നമുക്ക് വലിയ നഷ്ടമാണ്. 20 പേർ ഇവിടുന്ന് ജയിച്ചു പോകുന്നുണ്ടെങ്കിൽ, കാര്യം വ്യത്യസ്ത പാർട്ടികളാണെങ്കിലും LDF ഉം UDF ഉം വ്യത്യസ്ത പാർട്ടികളാണെങ്കിലും ഇന്ത്യ മുന്നണിയിലുള്ള 2 കക്ഷികളായതുകൊണ്ട് ഈ 20 പേരും ഇന്ത്യ മുന്നണിക്ക് വലിയ ഒരു അസറ്റാണ്. അങ്ങനെ അംഗങ്ങളുടെ എണ്ണം കൂടുമ്പോൾ, MP മാരുടെ എണ്ണം കൂടുമ്പോൾ നമുക്ക് അധികാരം പിടിക്കാനുള്ള കുറച്ചുകൂടി സാധ്യതകൾ അവിടെ തെളിഞ്ഞു വരികയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് 20 സീറ്റിന് പകരം 19 സീറ്റാണല്ലോ കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ എന്നാലോചിക്കുമ്പോൾ ഏറെ സങ്കടമുണ്ട്. ഇനി സൈബർ ഇടങ്ങളിൽ കൂടി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒരു സ്ഥാനാർത്ഥിക്കും കിട്ടാത്ത രീതിയിലുള്ള പിന്തുണയാണ് സൈബർ ഇടങ്ങളിൽ മാധ്യമങ്ങളിലൊക്കെ സുരേഷ് ഗോപിക്ക് കിട്ടിയത്. സുരേഷ് ഗോപി തെക്കോട്ട് തിരിയുന്നതും വടക്കോട്ട് തിരിയുന്നതും ഒക്കെ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. മാത്രവുമല്ല, സുരേഷ് ഗോപി ഉണ്ടാക്കിയ വിവാദങ്ങളിൽ സുരേഷ് ഗോപിക്ക് ക്ലീൻ ചീറ്റ് കൊടുക്കാൻ മാധ്യമങ്ങൾ വലിയ രീതിയിലുള്ള കിടമത്സരമായിരുന്നു. നമുക്കറിയാമല്ലോ, ഒരു മാധ്യമപ്രവർത്തകയെ അപമാനിച്ച കേസിൽ സുരേഷ് ഗോപിയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി. മാധ്യമങ്ങളൊക്കെ ഈ പറയുന്നത് പോലെ മാധ്യമപ്രവർത്തകരുടെ തെറ്റാണെന്ന രീതിയിൽ സ്വന്തം ഒരു സഹപ്രവർത്തക ആക്രമിക്കപ്പെട്ടിട്ടും അപമാനിക്കപ്പെട്ടിട്ടും അപമാനിക്കപ്പെട്ട ആ അതിജീവിതയെ കൈവിടുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ എത്രയോ സംഭവങ്ങൾ. പുതുച്ചേരിയിൽ ടാക്സ് വെട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ആരെങ്കിലും ഒരു അന്തിച്ചർച്ചയെങ്കിലും നടത്തിയോ? ഇല്ലെന്നേ. അങ്ങനെ നിരവധി സംഭവങ്ങൾ നടന്നപ്പോഴും ഇവിടെ എന്താണ് നമ്മൾ കണ്ടത്? സുരേഷ് ഗോപിയെ വിവാദങ്ങളിൽ പെടുമ്പോഴും സേഫാക്കി വിടുന്ന ഒരു സാഹചര്യം പൊതുവെ ഉണ്ടായിരുന്നു. പിന്നെ ചില സിനിമ റിവ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ സിനിമ റെസ്പോൺസ് കൊടുക്കുന്ന ചില ചാനലുകളൊക്കെ സുരേഷ് ഗോപിയുടെ പല തെക്കോട്ട് നടപ്പും വടക്കോട്ട് നടപ്പും ഒക്കെ കൊടുത്തുകൊണ്ട് പല ചില ഗിമ്മിക്ക് അഭിനയങ്ങളുമൊക്കെ നന്മമരം എന്ന ലേബലിൽ അദ്ദേഹത്തെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതിന് വേണ്ടി ചില വീഡിയോകളൊക്കെ പുറത്തേക്ക് വിട്ട് കാണിച്ചു കൂട്ടിയ പുകിലുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിലൊക്കെ ഒരു പരിധിവരെ ആളുകൾ വീണിട്ടുണ്ട് എന്നും നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഈ സമയത്ത് ഏറ്റവും കൂടുതൽ, അതായത് ഈ മോദി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ, ക്രൈസ്തവർ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. ക്രൈസ്തവ ദേവാലയങ്ങൾ തല്ലി തകർക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ അവരുടെ ആരാധനാലയങ്ങൾ തകർത്തതിന് ഒപ്പം തന്നെ അവരെ വൈദികരെ ആക്രമിച്ചിട്ടുള്ളത്. അങ്ങനെ തുടങ്ങി ഒട്ടുമിക്ക ക്രൈസ്തവരും നമ്മുടെ ഇന്ത്യയിൽ പലയിടങ്ങളിലും സംഘപരിവാരങ്ങളുടെ RSSന്റെ ആക്രമണത്തിൽ വല്ലാത്ത രീതിയിൽ ആക്രമിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിലൊക്കെ ക്രൈസ്തവരെ സോപ്പിടാനും ക്രൈസ്തവരെ പോക്കറ്റിലാക്കാനും സുരേഷ് ഗോപിക്ക് ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട്. ലൂർദ് മാതാവിന് കിരീടം വെച്ചുകൊണ്ട് സുരേഷ് ഗോപി അവിടെ നടത്തിയ PR വർക്ക്, അത് നല്ല രീതിയിൽ തന്നെ അവിടുത്തെ ക്രിസംഗികളുടെ വോട്ട് പിടിച്ചെടുത്തിട്ടുണ്ട്. ആ ക്രിസംഗികൾ നടത്തിയ PR വർക്ക് മറ്റു ചില വിശ്വാസികളെയും ഒക്കെ ആ വിശ്വാസികളുടെ വോട്ടൊക്കെ കൂടി സുരേഷ് ഗോപിക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു കൊടുക്കാനും അത് ഉപകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മാത്രവുമല്ല, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നടത്തിയ കോലാഹലങ്ങൾ, അതൊക്കെ സുരേഷ് ഗോപിക്ക് വലിയ മൈലേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. പോലീസ് നടത്തിയ ഒരിക്കലും നടത്താൻ പാടില്ലാത്ത രീതിയിലുള്ള ചില ഇടപെടലുകൾ, ആ ഇടപെടലിന് കാരണമായത് ഒരേ ഒരു പോലീസുകാരനാണ്. ആ പോലീസുകാരൻ്റെ രാഷ്ട്രീയം പരിശോധിക്കേണ്ടതാണ്. അദ്ദേഹം നടത്തിയൊരു ട്വിസ്റ്റാണ് അവിടെ തൃശ്ശൂരിലെ പൂരപ്രേമികളെ സുരേഷ് ഗോപിയിലേക്ക് അടുപ്പിച്ചത്. പിന്നീട് സുരേഷ് ഗോപി അവിടെ കാണിച്ച സിനിമാ മോഡൽ പ്രകടനം, അതൊക്കെ ഒരു പരിധിവരെ നിഷ്കളങ്കരായ തൃശ്ശൂരുകാരെ സത്യത്തിൽ അവരുടെ മനസ്സ് കീഴടക്കുന്നതിന് കാരണമായി മാറിയിട്ടുണ്ട്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും ജയിച്ചാൽ എന്ന മോദി ഗ്യാരണ്ടിയും എന്തായാലും അവിടെ വലിയ തോതിൽ തന്നെ ജനങ്ങളുടെ ഹൃദയം കീഴടക്കി എന്ന് വേണം മനസ്സിലാക്കാൻ. മോദി വന്ന് പറയുന്നു, ഇവിടെ നിന്ന് ജയിക്കുകയാണെങ്കിൽ ഒരു കേന്ദ്രമന്ത്രിയാകും സുരേഷ് ഗോപി എന്ന് പറഞ്ഞത് ജനങ്ങൾ എന്തായാലും അന്ന് പിന്നെ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു വിടാം എന്ന നിലപാടിലേക്ക് എത്തിക്കുന്നതിന് കാരണമായി. അങ്ങനെ എത്തിക്കുന്നതിന് കാരണമാകുമ്പോഴും ഒരു ചെറിയ വിഭാഗം ആളുകൾ മാത്രമാണ് അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. പക്ഷേ അങ്ങനെ ചിന്തിക്കാത്തവരുടെ കൂടി വോട്ട് കിട്ടിയത് കൂടി തന്നെയാണ് സുരേഷ് ഗോപി ജയിച്ചത്. ആ വോട്ട് വന്ന് വീണ വഴി TN പ്രതാപൻ പക്ഷവും ഈ പറയുന്ന കോൺഗ്രസിന്റെ വലിയൊരു വോട്ടാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ K മുരളീധരൻ ഒരിക്കലും 3ാം സ്ഥാനത്തേക്ക് പോകില്ല. കരുണാകരന് കൊടുത്ത അതേ പണി അവിടെ K മുരളീധരനും കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.